ജാതമായിട്ടുള്ള അവരുടെ ഗുണങ്ങൾ, ഉം. ജനിച്ചു വളർന്നതിന് ശേഷം അവർ ആർജിച്ചിട്ടുള്ള ഗുണങ്ങൾ, ഉം. അപ്പോൾ അവരുടെ ചിന്താധാര, അവരുടെ വ്യക്തിത്വം, ഇതെല്ലാം ഈ കാര്യത്തെ സ്വാധീനിക്കും. സ്വാധീനിക്കും. ചില ആളുകൾ ചില ജാതകങ്ങൾ കണ്ടാൽ പറയും ഇത് ഭയങ്കര നല്ല ജാതകമാണ്, അത് വലിയ സമ്പന്നരുടെ ജാതകമായിരിക്കും. ഓ. ചിലർ ജാതകം നോക്കുമ്പോൾ നല്ല ജാതകം എന്ന് പറഞ്ഞാൽ അവർ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കും. അപ്പോൾ ഈ വിവരം എന്തുകൊണ്ട് എന്നോട് ചോദിച്ചാൽ അവരോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പം ഞാൻ പറഞ്ഞു അതൊരു വളരെ ഗ്രാമത്തിലുള്ള വളരെ പാവമായിട്ടുള്ള ഒരു സ്ത്രീയാണ്, അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പ്രശ്നം നോക്കിയതാണ്. അപ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ദോഷമുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവർ അതോടെ ജീവൻ പോലും പോകും. അപൂർവം ചില കാര്യങ്ങൾ, ഇപ്പോൾ അപകടങ്ങളോ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ആഹാരത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആഹാരത്തിൽ എന്തോ കുറവ് കാണുന്നുണ്ട്. അപ്പോൾ ചിലർ പറയും ശരിയാ ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നില്ല, അല്ലെ വെള്ളം കുടിക്കുന്നില്ല, അവർ തന്നെ ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെയാണ് പറയുന്നത് തന്നെ പ്രമാണ ഗ്രന്ഥങ്ങൾ. നമ്മളൊരു ദൈവജ്ഞൻ എന്ന് പറയുന്നത്, ദൈവ അജ്ഞനല്ല കേട്ടോ, ദൈവത്തിന്റെ ഹിതം അറിയുന്ന ആൾ. അപ്പോൾ അവരുടെ അടുത്ത് ദൈവികമായ പ്രേരണ കൊണ്ടാണ് ഒരാൾ പോയി ചോദിക്കുന്നത്. നമ്മളെ സ്വീകരിക്കുന്ന രീതി എങ്ങനെയാണോ അതനുസരിച്ചാണ് കമ്മ്യൂണിക്കേഷൻ പോവുക. നമ്മൾ അവർക്ക് എന്താണ് നമ്മളുടെ അടുത്തു നിന്ന് പ്രകൃതിയുടെ പ്രേരണ കൊണ്ട് കിട്ടേണ്ടത് അതാണ് കിട്ടുന്നത്. നമസ്കാരം. ദേവപ്രയാഗ് അസ്ട്രോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ശാന്തി ചേച്ചിയുണ്ട്. ചേച്ചിയോട് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം ചേച്ചി. നമസ്തേ ചേച്ചി, ഒരു പ്രവചനം നടത്തുമ്പോൾ അതിൻ്റെ കൃത്യത നിർണ്ണയിക്കാനുള്ള ഒരു ഉപാധി അല്ലെങ്കിൽ ഒരു ഘടകം അത് ഏറ്റവും ഉത്തമമായിട്ട് പറയണമെന്ന് ചേച്ചിയുടെ ഒരു ആഗ്രഹമാണ്. കാരണം കേൾക്കുന്ന വ്യക്തിക്കും അതേസമയം പറയുന്ന ചേച്ചിക്കും അത് അത്രയും കൃത്യമായിട്ട് ആയിരിക്കണമെന്ന് ആ നിർണ്ണയിക്കുന്ന ഒരു ഘടകം എന്താണ് എന്ന് പറയാമോ? കൃത്യത നിശ്ചയിക്കുന്ന ഒരു ഘടകം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാളൊരു ചോദ്യം ചോദിക്കുക, ഇപ്പം ജാതകം വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളതാണ്. ഞാൻ സുരേഷിൻ്റെ ഒരു ജാതകം നോക്കി, സുരേഷിന് ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയാൻ പാടില്ലല്ലോ. അപ്പോൾ സുരേഷ് ആവശ്യമുള്ളൊരു കാര്യം എന്നോട് ചോദിക്കുമ്പോഴാണ് എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. ഇല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന കുറേ സെൻറ്റൻസുകൾ പറഞ്ഞ് ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണമെങ്കിൽ. പക്ഷേ അപ്പോൾ സുരേഷ് ഇപ്പോൾ ഒരു കാര്യത്തെപ്പറ്റി എന്നോട് ചോദിക്കുകയാണ്, സുരേഷിൻ്റെ ജോലിയെ പറ്റി. അപ്പോൾ എനിക്ക് സുരേഷ് ഇപ്പം ജോലി ഇല്ല, ഇനി അപ്പം ജോലി കിട്ടും, അല്ലെങ്കിൽ ജോലിയിൽ ബോസ് അഭിവൃദ്ധി ഇല്ല, ബോസ് നമ്മളെ വയ്ക്കുന്നു, എന്തും ആകാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈ ജാതകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, നമ്മൾ അതിലുള്ള വഴിയെ ഒരു വഴിയെ കൂടെ വെട്ടിത്തെളിച്ച് പോകുന്നത് പോലെ. അത് പറയുമ്പോൾ സുരേഷ് ഒരു ഗായകനായിട്ട് പെട്ടെന്ന് മനസ്സിലാവും. നമ്മളിപ്പോ ഒരു തെളിച്ചു പോവുക. അപ്പോൾ നമ്മളതിന് ചില കാര്യങ്ങളിൽ ചിലപ്പോൾ അവരോട് ചോദ്യം തിരിക്കും, ഇങ്ങനെ ആണോ അങ്ങനെയാണോ. അതായത് നമ്മൾ ഒരു നിധി കണ്ടെത്താൻ പോകുന്ന ഒരു ഊടു വഴികളിൽ കൂടി പോകുന്ന ഒരു ത്രില്ലാണ് അതിനകത്ത്. ചോദ്യത്തിനെ നമ്മൾ ഫോളോ ചെയ്യാണ്. ഇപ്പം ജോലിയിലുള്ള പ്രശ്നം, ഇപ്പോൾ ബോസിൻ്റെ പ്രശ്നമാണെങ്കിൽ എന്താണ്, അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ ഒരു ആംഗിളിലായിരിക്കും നമ്മൾ പോവുക. എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഒരു എൻത്യൂസിയാസം അതിനകത്തൊരു പ്രധാന ഘടകമാണ്. പിന്നെ അതിൽ ലോജിക്കുണ്ട്. അസ്ട്രോളജിക്കലി എല്ലാം ലോജിക്ക് വെച്ചിട്ട് തന്നെ, ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ കൊണ്ട് ആണ് നമ്മളിത് പറയുന്നത്. ഇപ്പം നമ്മളാ പോകുന്നുണ്ട് ഗ്രഹങ്ങളൊക്കെ നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യത്തക്ക നിലയിലാണ് നിൽക്കുന്നൊരു പ്രധാന ഘടകമുണ്ട്. ഇനി നമ്മൾക്ക് ഈ യാത്രയോടുള്ള ഒരു മമത, അതും ഒരു പ്രധാന ഘടകമാണ്. അഭിവാഞ്ച, അതൊരു പ്രധാന ഘടകം. പിന്നെ ഈ ആള് നമ്മളോട് ചോദിക്കുന്ന രീതി, അതും ഒരു പ്രധാന ഘടകം. അപ്പൊ ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും ഇവർക്ക് ഇത് ആവശ്യമുള്ളതാണോ എന്നുള്ളത്. അതും ഒരു പ്രധാന ഘടകമാണ്. മനസ്സിലായില്ലേ? ചിലപ്പോ ഇതിന്റെ ആവശ്യകത ഉണ്ടോ എന്നുള്ളത് അല്ല, അവര് റിയലായിട്ടാ ചോദിക്കുക. ഇപ്പൊ ഒരാളൊരു വിഷമം എന്നോട് വന്ന് പറഞ്ഞാല് എനിക്ക് പെട്ടെന്ന് അതിനൊരു സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഞാൻ കണ്ടെത്താനായിട്ട് അങ്ങ് പോകുന്ന പോലെയാണ്. അത് എൻ്റെ ഒരു മനോഭാവമായിരിക്കണം. ഞാനവിടെ ഇല്ല, ഞാനുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്യാറേ ഇല്ല. ഇത് എന്താണ്, ഇതിപ്പോൾ ഒരാൾക്ക് ദുഃഖമുണ്ടല്ലോ, ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. ഞാൻ ഉള്ള ഒരവസ്ഥ എനിക്ക് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ പോയിട്ട് അതിനൊരു സൊല്യൂഷൻ, അതപ്പോൾ നേച്ചറും അതിനെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് പറയുന്നത് തന്നെ പ്രമാണ ഗ്രന്ഥങ്ങൾ. നമ്മളൊരു ദൈവജ്ഞൻ എന്ന് പറയുന്നത്, ദൈവ അജ്ഞനല്ല കേട്ടോ, ദൈവത്തിന്റെ ഹിതം അറിയുന്ന ആള്. അപ്പൊ അവരുടെ അടുത്ത് ദൈവികമായ പ്രേരണ കൊണ്ടാണ് ഒരാൾ പോയി ചോദിക്കുന്നത്.
ചോദിക്കുന്നത് തന്നെ പല രീതി, അതിനെപ്പറ്റിയും ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരാളിനോട് പോയി ചോദിക്കുമ്പോൾ പ്രകൃതിയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇയാൾക്ക് അതിന്റെ ഉത്തരം കിട്ടാനായിട്ട്. പിന്നെ അവർക്ക് അതിനൊരു യോഗമുള്ള ആളിൻ്റെ അടുത്തായിരിക്കും പോയി ചോദിക്കുക. പലപ്പോഴും എന്നെ പല പരിചയമുള്ള ആൾക്കാരും അവര് ചിലപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ എന്നെ സഫർ ചെയ്തതിന് ശേഷമായിരിക്കും ചോദിക്കുന്നത്. അവരിതുവരെ ചോദിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നത് പോലെ. ഇപ്പൊ ഞാനാണെങ്കിൽ ഇപ്പൊ എനിക്ക് എല്ലാവരും എന്നോട് ഇരിക്കും, ഞാനിപ്പോഴും എൻ്റെ ജാതകം നോക്കിക്കൊണ്ടാണ് ഇരിക്കുക. ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാറില്ല. അല്ലെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ കാര്യമാണെങ്കിലും എന്താ നോക്കാത്തതെന്ന് ചിലപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കും. അപ്പൊ ഞാൻ അവര് ചോദിച്ചില്ലല്ലോ. അപ്പോൾ അത് ഒരാൾ വന്ന് ചോദിക്കുകയും അവരുടെ ആ ഒരു ആഗ്രഹം പ്രകൃതി നിറവേറ്റുകയും ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നാലെ നമുക്കത് അറിയാം, നമ്മളവിടെ ഇല്ല. ആ അന്വേഷണത്തിന്റെ ഒരു ഉത്തരം മാത്രമാണ് നമ്മൾ എന്നുള്ളത്. പക്ഷെ ആ ഉത്തരത്തിന് എപ്പോഴും ലോജിക്കുണ്ട് അസ്ട്രോളജിക്കലി. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും സമയത്ത് ചേച്ചി വെറും ഒരു മീഡിയം മാത്രമാണ്. ഞാനേ ഇല്ല പിന്നല്ലേ മീഡിയം എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യാറില്ല. ഞാനുണ്ടെന്നോ ഞാൻ മീഡിയം ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ശരിക്കൊരു സൊല്യൂഷനെ പറ്റിയാണ് ഞാൻ അപ്പൊ എന്റെ മനസ്സിൽ അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ ചിലരെന്നോട് ചോദിക്കാറുണ്ട്, ക്ലാസ്സിലൊക്കെ പഠിപ്പിക്കുമ്പോൾ ചോദിക്കും, ഇൻഡ്യൂഷൻ ആണോ? ഞാൻ പറഞ്ഞു ഇൻഡ്യൂഷൻ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇൻഡ്യൂഷൻ ആണെങ്കിൽ ആ ലോജിക്കോടുകൂടി ഒരു ഇൻഡ്യൂഷനെ ഞാൻ സ്വീകരിക്കുള്ളൂ. ചുമ്മാ അത് നമ്മൾ പറയില്ലേ ചക്ക വീണു മുയലി എന്ന് പറയുന്നൊരു കാര്യമില്ല. അപ്പൊ നമ്മള് സംഭവിക്കാം. പിന്നെ നമുക്ക് ആ ശാസ്ത്രത്തോട് ഉള്ള വിശ്വാസം പോകും. അങ്ങനെയാകുമ്പോൾ നമ്മൾ പറയുന്നതിന് ഒരു ലോജിക് ഉണ്ട്. ആര് ചോദിച്ചാലും ആ ടേംസ് അറിയാവുന്ന ഏതൊരു വ്യക്തി ചോദിച്ചാലും നമുക്ക് പറയാം ഇന്ന ഗ്രഹങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കും. അപ്പൊ നമുക്ക് ആ ശാസ്ത്രത്തോടുള്ള നമ്മുടെ ബഹുമാനം കൂടുക ചെയ്യും. അപ്പോൾ ചേച്ചി പറഞ്ഞു വരുന്നത് ഒരു ജാതകം അറിയണം എന്നുള്ള ഒരു വ്യക്തിക്ക് അവർ വരുമ്പോൾ അവർ കൂടി ഒന്ന് പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലേ? ചോദിക്കുന്നതിന് രീതികളുണ്ട്. അതല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മെൻ്റൽ ട്രോമ ചിലപ്പോൾ അതിന്ന് ഒരു രക്ഷപ്പെടലിന് വേണ്ടിയിട്ടായിരിക്കും വരുന്നത്. അതിപ്പോൾ ചേച്ചി വന്ന ഉടനെ ആ വ്യക്തിയോട് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ നിങ്ങളുടെ ജാതകം നോക്കി ഇത്രയും പ്രശ്നങ്ങളുണ്ട് അതിന് പകരം അവരുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരാൾ അവരുടെ ആവശ്യകത എന്താണോ അതനുസരിച്ചാണല്ലോ നമ്മൾ അതിലേക്ക് സംവദിക്കുന്നത്. എനിക്ക് തോന്നുന്നു ചേച്ചി മുന്നേയും പറഞ്ഞിട്ടുണ്ട്, ഒരു നെഗറ്റീവ് റിമാർക്ക് ചേച്ചി കണ്ടു എന്ന് പറഞ്ഞാലും അൺലെസ് ആ വ്യക്തി ചോദിച്ചിട്ടില്ലെങ്കിൽ നമ്മളത് പറയില്ല. അപൂർവം ചില കാര്യങ്ങൾ, ഇപ്പോൾ അപകടങ്ങളോ രോഗങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോൾ ആഹാരത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആഹാരത്തിൽ എന്തോ കുറവ് കാണുന്നുണ്ട്. അപ്പോൾ ചിലർ പറയും ശരിയാ ഞാനിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിക്കുന്നില്ല, അല്ലെ വെള്ളം കുടിക്കുന്നില്ല. അവർ തന്നെ ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെയുള്ള ചിലർക്ക് ഉറക്കം ഒരു പ്രശ്നമായിരിക്കും. ചിലർക്ക് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അവരോട് പറയും, ഇത് ശ്രദ്ധിച്ചു വേണം, ഇല്ലെങ്കിൽ ലോങ് റണ്ണിൽ ഹെൽത്തിന് ബാധിക്കാനുള്ള ഒരു പീരീഡ് ആയിരിക്കും മുന്നിൽ വരാൻ പോകുന്നത്, ആരോഗ്യ പ്രശ്നങ്ങൾ വരാവുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അത് അതിന്ന് രക്ഷപ്പെടും. മഴയുണ്ടെങ്കിൽ കൊടയെടുക്കുക എന്നുള്ളത് തന്നെയാണല്ലോ തത്വം. അങ്ങനെ പറയാറുണ്ട്. അതുപോലെ വരാനുള്ള സാധ്യത ഉണ്ടോന്ന് കണ്ട് കൊടയെടുക്കലും അത് തന്നെ, അതാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അല്ലാതെ നമ്മളിപ്പോ ഒരാളെ ഭയപ്പെടുത്തുക അങ്ങനെ ഒരിക്കലും എനിക്കത് പറ്റില്ല. കാരണം ഞാൻ മുന്നേ ഒരിക്കൽ പറഞ്ഞല്ലോ, എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെ വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അതനുസരിച്ച് മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് എന്തത് എടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഒരിക്കലും ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു സെമിനാർ ഉണ്ടായിരുന്നു പരിഹാരങ്ങളെ പറ്റി. ഒരു തന്ത്രിമാരും പൂജാരിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇന്ന ഗ്രഹനില വരുമ്പോൾ ഇന്നതാണ് അതിൻ്റെ സൊല്യൂഷൻ, അങ്ങനെയുള്ള ഒരു ചർച്ചാ വേദിയായിരുന്നു. അപ്പോൾ ഒരിക്കൽ ഇങ്ങനെ വളരെ പണ്ടാണ്, 40 വർഷത്തോളം മുന്നേ. അപ്പോൾ ഒരിക്കൽ എൻ്റെ അടുത്ത് ഒരു സ്ത്രീ വന്നു. അപ്പോൾ ഒരു കോമ്പിനേഷൻ ഉണ്ട്, ബാധാദോഷം എന്നൊക്കെ പറഞ്ഞിട്ട്, ഇന്ന ശത്രുദോഷം, അങ്ങനെയുള്ള ഇന്ന ചാർട്ടൊക്കെ നമ്മൾ എഴുതിയിട്ടിട്ടാണ്. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഗ്രഹങ്ങൾ നിന്നാൽ ഇന്ന ദോഷം ഉണ്ടാകും. അപ്പം ഞാനൊരു ചാർട്ട് എഴുതി, എനിക്ക് ചുമ്മാ ഒരു കൗതുകം തോന്നിയിട്ട് ഞാനൊരു ചാർട്ട് എഴുതിയിട്ടു. അപ്പോൾ അവിടെ ഈ ദോഷത്തിന് പരിഹാരം എന്ത് പറഞ്ഞു കൊടുത്തു എന്ന് എല്ലാവരും ചോദിച്ചു. എന്താണ് പറഞ്ഞു കൊടുത്തത്? അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല, ഇത് മാറും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇത് മാറണമെന്ന് സങ്കല്പിച്ച് വീണ്ടും ഒഴിവ് നോക്കിയപ്പോൾ അത് മാറി. അപ്പം ഈ വിവരം എന്തുകൊണ്ട് എന്നോട് ചോദിച്ചാൽ അവരോട് എന്തുകൊണ്ട് പറഞ്ഞില്ല? അപ്പം ഞാൻ പറഞ്ഞു അതൊരു വളരെ ഗ്രാമത്തിലുള്ള വളരെ പാവമായിട്ടുള്ള ഒരു സ്ത്രീയാണ്, അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ പ്രശ്നം നോക്കിയതാണ്. അപ്പോൾ അവരോട് പറയുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ ദോഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവരതോടെ
ജീവൻ പോലും പോകും. പോകും. അപ്പോൾ അവരോട് എനിക്ക് പറയാൻ പറ്റുമോ, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ദോഷമുണ്ട്, നിങ്ങൾ അത് വെച്ചോ ഇത് വെച്ചോ, അവർക്കത് എടുക്കാനുള്ള കെൽപ്പില്ല. അപ്പം ഞാൻ തന്നെ പ്രാർത്ഥിച്ചിട്ട് ഇത് മാറണമെന്ന് നോക്കിയപ്പം കിട്ടിയ ഒഴിവ് രാശി ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൊണ്ട് കാണിച്ചു. അപ്പോൾ ഒരാൾ എന്നോട് ചെന്നാൽ പിന്നെ നിങ്ങൾക്ക് അവരോട് ക്ഷേത്രത്തിൽ പോയി എണ്ണ ഒഴിക്കാൻ പറയാൻ വയ്യായിരുന്നു, അല്ലെങ്കിൽ ഭാഗവതം വായിക്കാൻ പറയാൻ. അങ്ങനെ നിരവധി പറയുന്നവരും ഉണ്ടല്ലോ. അതുണ്ട്, അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അങ്ങനെ ഒരു കാര്യം അവരുണ്ടായിരുന്നത് പോലും അറിഞ്ഞില്ല. അങ്ങനെയും ഉണ്ട് കാര്യങ്ങൾ. ഇപ്പം നമ്മളൊരു വ്യക്തി എങ്ങനെയാണോ ആ വ്യക്തി നമ്മളോട് സമീപിക്കുന്ന രീതി എങ്ങനെയാണോ, നമ്മളെ സ്വീകരിക്കുന്ന രീതി എങ്ങനെയാണോ, അതനുസരിച്ചാണ് കമ്മ്യൂണിക്കേഷൻ പോവുക. നമ്മൾ അവർക്ക് എന്താണ് നമ്മളുടെ അടുത്തുനിന്ന് പ്രകൃതിയുടെ പ്രേരണ കൊണ്ട് കിട്ടേണ്ടത് അതാണ് കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത് അതാണ് ശരിക്കും നമ്മൾ എന്ന് പറയുമല്ലോ. ഒരു വ്യക്തി അപ്പോൾ ഒരു ജാതകം നോക്കാനായിട്ട് ചേച്ചിയുടെ അടുത്ത് വരുമ്പോൾ ആ വ്യക്തിയിൽ ചേച്ചിയോടുണ്ടാകുന്ന ഉള്ള ഒരു കോൺഫിഡൻസ് ലെവലും കൂടി ചേച്ചി പറയുന്ന അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഉത്തരങ്ങൾക്ക് ഒരു ബൂസ്റ്ററായിരിക്കും. എന്നെ വിശ്വസിച്ചാണ് ഈ വ്യക്തി വന്നിട്ടുള്ളത് എന്ന് ചേച്ചിക്ക് അങ്ങനെ ഒരു ഇൻറ്റുവിഷനായിട്ട് തോന്നാറുണ്ടോ? അതൊരു വല്ലാത്ത കൊടുക്കുന്ന ചോദ്യമാണ്. ഞാൻ സത്യത്തിൽ ഇന്നുവരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വരെ, ഇപ്പം കൂടുതലും ഓൺലൈനാണ്, ഫേസ് ടു ഫേസ് വരുന്നില്ല, വീഡിയോ കോളാണ്. അപ്പോൾ കാണുന്നുണ്ട്, ആളുകളെ കാണുന്നുണ്ട്. അവർ നമ്മളോട് ചോദിക്കുന്നതിൽ കോൺഫിഡൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ചോദ്യം ജെനുവിനാണോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ശ്രദ്ധിക്കുക. അവരുടെ ആവശ്യം ജെനുവിനാണ്. ജെനുവിനാണെങ്കിൽ ആ ആവശ്യത്തിന് പിന്നാലെ ഞാൻ പോവുകയാണ്, ഞാനില്ല, ആ തോട്ട് പോവുകയാണ്. അപ്പോൾ അവർക്കൊരു സൊല്യൂഷൻ കിട്ടുക എന്നുള്ളതാണ്. അവരത് അർഹിക്കുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ നമ്മളെ കാണുക എന്നുള്ളതും ഉണ്ടാകാം. അതൊരു ഫാക്ടറാകാം. ഞാൻ പിന്നെ എൻ്റെ ഒരു മനസ്സുകൊണ്ട് ഞാനിങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകുമ്പം തന്നെ മനസ്സിലൊരു സങ്കല്പം ഉണ്ടാവും, എൻ്റെ അടുത്ത് എത്തുന്ന ആൾക്കാർക്ക് എന്നാൽ കൂടി ഒരു സൊല്യൂഷൻ കിട്ടട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ടാവും. ഒരു മൗന പ്രാർത്ഥന ഉള്ളിലെപ്പോഴും. അതുപോലെ എനിക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമ്പോൾ മാത്രമേ ഞാൻ ഈ കാര്യത്തിന് കയറിയിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്തെങ്കിലും എനിക്കൊരു ഡിസ്റ്റർബൻസ് വരികയാണ്, ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് ഇടപെടില്ല. അപ്പോൾ സ്വസ്ഥമായിട്ട് സ്വസ്ഥാന്തരാത്മാവായിരിക്കണം എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ചേച്ചി കൊടുത്ത ഒരു അപ്പോയിൻമെന്റ് ടൈം പോലും അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ മാറ്റേണ്ടി വരും. അത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാവുകയും ചെയ്യും. പലപ്പോഴും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എൻ്റെ മനസ്സ് അതിന് അനുവദിക്കുന്നില്ല, എൻ്റെ ആരോഗ്യം അതിനെ അനുവദിക്കുന്നില്ല, അനുവദിക്കുന്നില്ല, സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ അപ്പോൾ ഞാനത് എനിക്ക് ചെയ്യാൻ പറ്റില്ല. പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യുമ്പോഴേ ഞാനത് ചെയ്യാറുണ്ട്. അർപ്പണ മനോഭാവം ഉണ്ടായിരിക്കണം, സ്വസ്ഥാന്തരാത്മാവായിരിക്കണം എന്നാണ് അതിന് പറയുന്നത്. കാരണം നമ്മൾ കൊടുക്കുന്ന അറിവുകൾ, ഉപദേശങ്ങൾ അവരിൽ കൃത്യമായും വ്യക്തമായും അവർക്ക് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളതുകൊണ്ടാണ് ആ സമയത്ത് നമ്മളൊരു പ്രൊഫഷൻ ആണെങ്കിൽ പോലും അന്നേരം അതൊന്നും മാറി നിൽക്കുന്നത്. എപ്പോഴും അത് സംഭവിക്കാറുണ്ട് ജീവിതത്തിൽ. അതുപോലെ ചേച്ചി വേറൊരു ചോദ്യം, ഇപ്പോൾ 2 പേരെ കാണുമ്പോൾ, 2 ജ്യോതിഷികളെ പോയി കാണുമ്പോൾ അല്ലെങ്കിൽ 3 പേരെ കാണുമ്പോൾ അവരുടെ പ്രവചനങ്ങൾ വ്യത്യാസമായിട്ട് വരാറുണ്ടോ? വരാനുള്ളൊരു സാധ്യതയുണ്ടോ? വരുമല്ലോ, എപ്പോഴും അങ്ങനെയാണല്ലോ വരിക. അതൊരു കാര്യത്തെ സമീപിക്കുന്ന രീതിയാണ്. ഇപ്പം നമ്മൾ ഒരാളുടെ ജാതകത്തിൽ സൂര്യൻ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് 100 കാര്യങ്ങൾ പറയാൻ പറ്റും. മേടത്തെ സൂര്യൻ ഒരു ജാതകത്തിൽ 100 കാര്യങ്ങൾ, പ്രമാണ ഗ്രന്ഥങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല പല കാര്യങ്ങൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടാകും. അവിടെ നിന്ന് ഇപ്പോൾ ഈ വന്നിരിക്കുന്ന വ്യക്തിയുടെ മറ്റു ഗ്രഹങ്ങളുടെ കോമ്പിനേഷൻ അനുസരിച്ച് ഈ സൂര്യൻ അയാൾക്ക് എന്ത് ഫലമാണ് കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുന്നതിലൊരു കാര്യമുണ്ട്. അത് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള മനോധർമ്മം, ഈശ്വര കൃപ, ഒരുപാട് ഘടകങ്ങൾ അനുസരിച്ച് ഇതാണ് അവിടെ സംഭവിക്കാൻ പോവുക എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോരുത്തരും വ്യത്യസ്തമായിരിക്കും. പിന്നെ ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഈ കാഴ്ചപ്പാട് തന്നെ വ്യത്യസ്തമായിരിക്കും ഓരോ വ്യക്തികൾക്കും. അവരുടേതായിട്ടുള്ള ജാതമായിട്ടുള്ള അവരുള്ള ഗുണങ്ങൾ, ജനിച്ചു വളർന്നതിന് ശേഷം അവർ ആർജിച്ചിട്ടുള്ള ഗുണങ്ങൾ, അപ്പോൾ അവരുടെ ചിന്താധാര, അവരുടെ വ്യക്തിത്വം, ഇതെല്ലാം ഈ കാര്യത്തെ സ്വാധീനിക്കും. ചില ആളുകൾ ചില ജാതകങ്ങൾ കണ്ടാൽ പറയും ഇത് ഭയങ്കര നല്ല ജാതകമാണ്, അത് വലിയ സമ്പന്നരുടെ ജാതകമായിരിക്കും. ചിലർ ജാതകം നോക്കുമ്പോൾ നല്ല ജാതകം എന്ന് പറഞ്ഞാൽ അവർ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിരിക്കും,
അപ്പോൾ അവരുടെ നമ്മളുടെ സങ്കല്പം ഏതാണ് നമ്മൾ നല്ലതെന്ന് കരുതുന്നത് വേറൊരാൾ നല്ലതെന്ന് വിചാരിക്കണം എന്നില്ല. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ഈ സൂര്യൻ നിന്നാൽ ഇങ്ങനെയാണ് ഫലം വരിക എന്നുള്ളത് കോമ്പിനേഷൻ കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് പറയാൻ പറ്റും. അതിൽ ഇവർക്ക് എങ്ങനെയാണ് ഇപ്പം ഈ വ്യക്തിയുടെ മറ്റു ഗ്രഹങ്ങളുടെ പൊസിഷൻ അനുസരിച്ച്, കാരണം ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുമ്പോൾ കുറേ നെഗറ്റീവ് കാര്യങ്ങളും ഉണ്ടാകും, കുറേ പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ടാകും. ഈ പോസിറ്റീവിൽ ഏതാണ് ഇവിടെ പോസിറ്റീവാണോ നെഗറ്റീവാണോ സംഭവിക്കുന്നത് എന്നുള്ളത് ഇതിനെ നമ്മളൊന്ന് സൂക്ഷ്മമായി അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുക. അത് ഓരോരുത്തരും പലപ്പോഴും വ്യത്യസ്തമാകാറുണ്ട്, ഒരുപോലെ വരുന്നതും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. ഇവിടെ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം, ഒരു പച്ചയായ മനുഷ്യർ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒരു ആളുടെ അടുത്ത് പോയി ഇദ്ദേഹം എങ്ങനെ പറഞ്ഞു, പിന്നെ ഒന്നും കൂടി അത് ശരിയാക്കാമെന്ന് വിചാരിച്ച് അടുത്ത ആളുടെ അടുത്ത് പോയി, അപ്പോൾ അദ്ദേഹം വേറെ ഒന്നാണ് പറയുന്നത്. അത് അവരുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കും. ചിലരങ്ങനെയല്ല, ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു 7 പേരുടെ അടുത്ത് പോയി നോക്കും, അത് 4 പേര് പറഞ്ഞു ഇതായതുകൊണ്ട് ഇങ്ങനെ ചെയ്യും. അതാണ് അപ്പോൾ അത് അവരുടെ സത്യം പറയുകയാണെങ്കിൽ അവർക്ക് ആ ഒരു വിശ്വാസ്യതയെ അവർ തന്നെ ചോദ്യം ചെയ്യുന്ന. അതെ, തീർച്ചയായിട്ടും. കാരണം ഒരാളുടെ അടുത്ത് പോയി ഇന്നയാൾ പറഞ്ഞു, അത് വിശ്വസിച്ച് അതിൽ വിശ്വസിക്കുന്നവർ, പറഞ്ഞ ആള് വിശ്വസിക്കുന്നതിൽ ഞാൻ ഇനി മുന്നോട്ട് പോകുന്നു, ഇന്ന അമ്പലത്തിലോ അല്ലെങ്കിൽ ഇന്ന നേർച്ച ചെയ്യണം എന്ന് പറഞ്ഞു കൊടുത്തു. പക്ഷെ അങ്ങനെ തന്നെയാണോ എന്നറിയാൻ വേണ്ടി വീണ്ടും ഒരാളുടെ അടുത്ത് പോകുന്നു. അത് അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യം, അതും അവരുടെ ക്യാരക്ടർ. വീണ്ടും അതും അവരെ ഗ്രഹങ്ങൾ ബാധിച്ചു, അത് അവരുടെ ഗ്രഹങ്ങൾ കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ വിചാരിച്ചാൽ മതി. ഗ്രഹങ്ങളുടെ സംശയാലികളായിരിക്കും. അപ്പൊ അവരുടെ ആയിട്ടുള്ള ആ ഒരു മനസ്സിന്റെ അവസ്ഥ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. അവർക്ക് അതിനെപ്പറ്റി അത്ര അറിവേ ഉള്ളൂ. അവരുടെ മനസ്സിന്റെ ഘടന അങ്ങനെയാണ്, അത് അവരുടെ വിധി എന്നും കൂടെ വേണേൽ അവസാനം നമുക്ക് പറയാം. ഈ വിധിയാണ് ഒരു പ്രശ്നം. ചേച്ചി അതുപോലെ കണ്ടിട്ടുണ്ട് പലരും ഈ പെർഫെക്ഷനിസ്റ്റ് ആവാനുള്ള ഒരു ത്വര ചില ആൾക്കാരിൽ. എന്ത് ചെയ്താലും അത് അതിൻ്റെ അത്യുന്നതമായ ഒരു ലെവലിൽ പോയി നിൽക്കണമെന്നുള്ളൊരു ആഗ്രഹം. പലപ്പോഴും അത്രയും പെർഫെക്ഷനിസ്റ്റ് ആവരുതെന്നാണ് പല സൈക്കോളജിസ്റ്റുകളും സൈക്യാട്രിസ്റ്റുകളും പറയുന്നത്. കാരണം പിന്നെ നമ്മൾ അതിൻ്റെ പെർഫെക്ഷൻ ലെവൽ കൂട്ടാൻ പോകുന്നു, വീണ്ടും അതിനുവേണ്ടി മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. അതിനെപ്പറ്റി സബ്ജക്റ്റ് ഒന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകല്ല, എന്നാലും കുറേ പേർക്ക് ഇതിനൊരു ഉത്തരം കിട്ടുമ്പോൾ ഒരു സമാധാനം കിട്ടുമായിരിക്കും. ചേച്ചി പറഞ്ഞു തന്നാൽ ഈ ലോകത്തൊന്നും പെർഫെക്റ്റ് ആയിട്ടില്ലല്ലോ. അതെ. അപ്പം നമ്മൾ 100% പെർഫെക്ഷനിസ്റ്റായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾക്ക് അതനുസരിച്ചുള്ള സ്ട്രെയിൻ വരും. നമ്മളെപ്പോഴും ജീവിതം എന്ന് പറയുന്നത് ഒരു വളരെ നദി ഒഴുകുന്നത് പോലെയാണ്. നദി എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. നമ്മളൊരു കടവിൽ നിന്നാൽ നദി ഒരേ പോലെ ഒഴുകുകയാണ്, പക്ഷെ ഒരേ വെള്ളമല്ല എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ പ്രകൃതി എന്ന് പറഞ്ഞാൽ ജീവനുള്ളതാണ്, മൂവ് ചെയ്യുന്നതാണ്, അതിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ എത്രമാത്രം ഒരേ സ്ഥലത്ത് നിൽക്കുക എന്നുള്ളതും വാശി പിടിക്കുക എന്നുള്ളതും നമ്മളുടെ ജീവിതത്തിനെ സംഘർഷപൂരിതമാക്കും. ഇപ്പോൾ ഒരാൾ ഇപ്പം നമ്മളോട് പറയുകയാണ് ഇത്ര മണിക്ക് നമ്മളെ കാണണം. സാധാരണ രീതിയിൽ പറയുന്ന സമയത്തിന് 5 മിനിറ്റ് മുന്നേ എത്തുന്ന ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്, മിക്കവർക്കും അങ്ങനെയായിരിക്കും. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ആ സമയത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല. ഒരുപാട് പല വ്യത്യസ്തമായ സാഹചര്യങ്ങൾ കൊണ്ട് സംഭവിക്കാം. പക്ഷെ അതിനൊരു പ്രിപ്പയർഡ്നെസ്സും കൂടിയല്ലേ ചേച്ചി? എനിക്ക് 5 മണിക്ക് അവിചാരിതമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് അവിചാരിതല്ല, പലരും അങ്ങനെ. ഇതിപ്പോൾ നമ്മളൊരു ടോപ്പിക് ജനറൽ സബ്ജക്റ്റിലേക്ക് കിടക്കണം. ജനറൽ ആണെങ്കിൽ അത് ഉത്തരവാദിത്വം ഇല്ലായ്മയുടെ ഭാഗമാണ് പോകാതിരിക്കുക എന്നുള്ളത്. അത് ശരിക്കും മനുഷ്യന് വേണ്ട ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമാണ്. ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യനിഷ്ഠയോടെ നമ്മൾ ചെയ്യുക എന്നുള്ളത്. അത് അവരുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ഘടനയാണ്. പക്ഷേ എല്ലാം ഇതേപോലെ എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നത് അത് ജീവിതത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതൊരു നമ്മൾ ആ ലോകത്തെ കാണുന്നതിലുള്ള ഒരു അപാകതയാണ്, സമൂഹത്തെ കാണുന്നതിലുള്ള ഒരു അപാകതയാണ്. എല്ലാം കൃത്യമായി അത് ആ ഒരു ശാഠ്യാവസ്ഥയെ പറ്റിയാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ ജനറലി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെ കൃത്യമായിട്ട് ചെയ്യണം, അത് വേറൊന്നും. പക്ഷെ ആ ശാഠ്യാവസ്ഥ കൊണ്ട് തന്നെ അവരുടെ ജീവിതം ദുഷ്കരമാണ്. അതേസമയം തന്നെ ചില ശാഠ്യങ്ങൾ കൊണ്ട് എൻ്റെ ചില അനുഭവങ്ങൾ, ഞാൻ കേട്ട അനുഭവങ്ങൾ, ചില ദുശാഠ്യമല്ല ശാഠ്യം കൊണ്ട് വലിയ വലിയ നേട്ടങ്ങളുണ്ടായ, അതിനെ ശാഠ്യം എന്ന് പറയാൻ പറ്റില്ല. മൊമെന്ററി ശാഠ്യമായിരുന്നു അത്. അതിനെ ഒരു ശാഠ്യം എന്നല്ല നമുക്ക് പറയുന്നത്. അത് അവരുടെ ഉത്തരവാദിത്തത്തിന്റെ നിശ്ചയദാർഢ്യം, അവരുടെ ഉത്തരവാദിത്വത്തിന്റെ ഒരു ഘടന, ഒരു സ്വഭാവം, അതാണത്.
ഇപ്പോൾ അങ്ങനെയുള്ള സ്ഥിരരാശിയിൽ ഗ്രഹങ്ങൾ നല്ല അവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാർ വളരെ പങ്ക്ച്വലായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും, പ്രാക്ടിക്കൽ വിസ്ഡമായിരിക്കും, അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ചെയ്യുന്നവരാണ്. അതേസമയം പിന്നെ മൂവബിൾ സൈനിൽ ജനിക്കുന്ന ആൾക്കാർ കുറച്ച് ലാഗ് ചെയ്തിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. അത് രണ്ടിനും ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അഡാപ്റ്റബിലിറ്റി ഒരു നല്ല കാര്യമാണ്. അഡാപ്റ്റബിലിറ്റി ഇല്ലാതെ പിന്നെ എന്താ പറയുക, ഇതുപോലെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അത് പക്ഷേ സാഹചര്യം അനുസരിച്ച് മാറണം. ചില സാഹചര്യങ്ങളിൽ അത് നല്ലതാണ്, ചില സാഹചര്യങ്ങളിൽ അഡാപ്റ്റബിലിറ്റിയാണ് നല്ലത്. അത് അതാ യുക്തി, അവിടെയാണ് യുക്തിയുടെ ആവശ്യം. ഇത് എവിടെയാണ് നമ്മൾ വിട്ടുവീഴ്ച വേണ്ടത്, എവിടെയാണ് വിട്ടുവീഴ്ച വേണ്ടാത്തത് എന്നുള്ളത്. എനിക്ക് ചിരി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 5 മണിക്ക് പോകണം, 4:45 റെഡിയായിട്ട് ഭാര്യ പറയുന്നു, ഹസ്ബൻഡിനോട് ചോദിക്കുന്നു പോണ്ടേ. അപ്പോൾ 5 ആവുന്നല്ലേ ഉള്ളൂ, പോവാം. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞു, അദ്ദേഹത്തിന് അനക്കമില്ല, വീണ്ടും ചോദിക്കുന്നു പോണ്ടേ. അപ്പോൾ അത് ഒരു റെസ്പോൺസിബിലിറ്റി. തീർച്ചയായിട്ടും അവർ തമസിൻ്റെ അങ്ങേറ്റത്ത് നിൽക്കുന്നതുകൊണ്ടാണ്. അത് നല്ലൊരു സ്വഭാവമല്ല. ചെയ്യേണ്ട കാര്യം ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള കോമ്പിനേഷനായിരിക്കും അവരിലുണ്ടാകുക. അവരുടെ ലഗ്നവുമായിട്ട് ബന്ധപ്പെട്ട് പാവഗ്രഹങ്ങളുടെ ബന്ധമായിരിക്കും ഉണ്ടാകുക. ശുഭഗ്രഹങ്ങൾ വേണ്ട സ്ഥലത്തായിരിക്കുന്നില്ല നിൽക്കുന്നത്. അങ്ങനെ ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ ചേച്ചി, അത് എപ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കും. പിന്നെ അവരെ തീർച്ചയായിട്ടും അവരുടെ മാനസികാരോഗ്യത്തെ പരിശോധിക്കേണ്ടതുണ്ട്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ശാന്തി ചേച്ചി, താങ്ക് യു സോ മച്ച്. വീണ്ടും പുതിയ സബ്ജക്റ്റായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം. നമസ്കാരം ചേച്ചി. നമസ്തേ.